അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 250 ml കപ്പിന് 1/2 കപ്പ് ഉലുവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ 250 ml കപ്പിന് 1/2 കപ്പ് ഉലുവ എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഉലുവ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇപ്പൊ നമ്മള് ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കാം. ഞാനിപ്പോ ഒരു 8 മണിക്കൂറാണ് ഇത് കുതിർത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഉലുവ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒരു കുക്കറിലേക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഉലുവ ഇട്ട് വെച്ച വെള്ളം ദിവസവും വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ ഒന്നാണ്. ഉലുവ വെള്ളത്തിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ്, വിറ്റമിൻ എ, വിറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉലുവ തിളപ്പിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട്. വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്തെടുത്ത ഉലുവ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തെടുത്ത ഉലുവ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഈ ഉലുവ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പൊ അല്ലാതെ നമ്മൾ സാധാരണ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത്ര വെന്ത് കിട്ടില്ല. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കുതിർത്തെടുത്ത ഉലുവയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വെള്ളം നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ളൂ. ബാക്കി വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. ദിവസവും വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുമ്പോൾ ടോക്സിനുകൾ നീക്കം ചെയ്യപ്പെടുകയും ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ തടയാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറയ്ക്കാൻ ഈ ഉലുവയിട്ട വെള്ളം ഒരുപാട് സഹായിക്കും. തടി കുറയ്ക്കാനും ഉലുവ വെള്ളം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവയിലെ ഫൈബർ ദഹനത്തിനും കൊഴുപ്പ് പുറന്തള്ളാനും ഒക്കെ സഹായിക്കും. ഉലുവ വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഉലുവ കുതിർത്തെടുത്തിട്ട് കുതിർത്ത വെള്ളത്തിൽ നിന്നും ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി വെള്ളം ഞാൻ പറഞ്ഞല്ലോ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഉലുവ വെള്ളം ദിവസവും കുടിക്കുന്നത് പ്രമേഹത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ BP കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ഉലുവ ഇട്ട് വെള്ളം ദിവസവും കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. തിളപ്പിച്ചും കുടിക്കാം, അല്ലാതെ ഉലുവ ഇതുപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ കുരുമുളകിന്റെ പൊടി എടുക്കരുത്, എന്നാൽ പിന്നെ അത്ര കറക്റ്റ് ആ ടേസ്റ്റ് വരില്ല. കുരുമുളക് മുഴുവനായിട്ട് എടുത്താൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിന്. അതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിന്റെ ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മള് പിടിച്ചു നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ചൂടാണ്. അതിന്റെ ചൂടൊന്ന് മാറട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി എന്ന് പറയുന്നത് പനം ചക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് 400 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. കരിപ്പട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കരിപ്പട്ടി തന്നെ എടുക്കാം. ശർക്കരയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ കരിപ്പട്ടിയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. കരിപ്പട്ടി ഇല്ലെങ്കിൽ മാത്രം ശർക്കര എടുത്താൽ മതി. കരിപ്പട്ടിയിൽ ചെയ്യാൻ നോക്കാം. ഈ കരിപ്പട്ടി നമുക്ക് ഇടികല്ല് വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇടികല്ല് കൊണ്ട് പൊടിച്ചെടുത്ത കരിപ്പട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കരിപ്പട്ടി ഉരുക്കിയെടുക്കാൻ എടുക്കുന്ന വെള്ളം നമ്മൾ ഉലുവ കുതിർത്തിട്ട് ബാക്കി വന്ന വെള്ളമില്ലേ, ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ വന്നിട്ടുള്ളൂ. ഈ കരിപ്പട്ടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. കരിപ്പട്ടിയെല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 6 ഏലക്ക ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ചുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഒന്ന് വറുത്തിട്ടെടുക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവൂ. ഈ ഏലക്കയും ചുക്കും ചെറിയ ജീരകവും നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഏലക്കയും ചുക്കും ചെറിയ ജീരകവും നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചിരകി എടുത്തതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള കുറുകിയ 1 കപ്പ് ഒന്നാം പാലാണ്. അപ്പൊ നമുക്ക് ഒന്നാം പാലും 2ാം പാലും വേണം. അപ്പൊ നമുക്ക് ഇനി അടുത്തത് 2ാം പാൽ ആവശ്യമുണ്ട്. അപ്പൊ 2ാം പാലിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടിച്ചെടുത്തിട്ടുള്ള തേങ്ങ കൊത്ത് അല്ലെങ്കിൽ തേങ്ങ പീര ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് അരിച്ച് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. 2 കപ്പാണ്. ആദ്യത്തേത് 250 ml കപ്പിന് 1 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലും, രണ്ടാമത്തത് 250 ml കപ്പിന് 2 കപ്പ് 2ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. വേവിച്ചെടുത്ത ഉലുവയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ 2ാം പാല് ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് തേങ്ങാപ്പാല് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കരുത്. ചെറിയ കുഞ്ഞു തരികളായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന നെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരച്ചു വെച്ച ഉലുവ ഇതിലേക്ക് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യുമായിട്ട് ഈ ഉലുവ അരച്ചതൊന്ന് യോജിച്ച് വരണം. അപ്പൊ 1 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് നെയ്യിലിട്ടിട്ട് ഉലുവ അരച്ചത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 1 മിനിറ്റ് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി ഉരുക്കിയത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് മീഡിയം ടു ഹൈയിൽ വെച്ച് കൊടുക്കാം. കട്ടകൾ പോലെ കിടക്കുന്നതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് യോജിച്ച് വരും. കരിപ്പട്ടി പാനിയിൽ എടുത്ത് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഉലുവയിൽ ധാരാളം പ്രോട്ടീൻ, അതുപോലെ തന്നെ നിയാസിൻ, ഫൈബർ, പൊട്ടാസ്യം, അയൺ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ ഈ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറെ ഗുണകരമായ ഒന്നാണ് ഈ ഉലുവ. ഈസ്ട്രജൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഉലുവ. അതുപോലെ തന്നെ ഇതിൽ ധാരാളം അയൺ അടങ്ങിയത് കൊണ്ട് നമുക്ക് വിളർച്ച ഒക്കെ തടയുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കും. അതുപോലെ ക്യാൻസർ തടയാനുള്ള ശേഷി ഉലുവയ്ക്കുണ്ട്. ശരീരത്തിലെ ടോക്സിനുകൾ അകറ്റാനും ഈ ഉലുവ ഒരുപാട് സഹായിക്കും. അങ്ങനെ എണ്ണിയാളൊടുങ്ങാത്ത ഒരുപാട് ഗുണങ്ങൾ ഈ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദന മാറാനും വിളർച്ച മാറാനും ഒക്കെ ഉലുവ കഴിക്കുന്നതിന് ഒരുപാട് നല്ലതാണ്. പ്രസവശേഷം ശരീരം നന്നാക്കുവാനും അതുപോലെ തന്നെ മുലപ്പാലൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. സ്ത്രീകൾക്കും മുതിർന്നവർക്കും മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല നിറം വർദ്ധിക്കുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറി മുടി നന്നായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യും. അത്രയ്ക്ക് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഉലുവ. അതുപോലെ തന്നെ നമ്മുടെ നടുവേദന മാറി കിട്ടുന്നതിനും എല്ലുകൾക്കും പല്ലുകൾക്കും അതുപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങളൊക്കെ മാറുന്നതിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. പ്രസവരക്ഷ മരുന്നായിട്ടൊക്കെ ഇത് എല്ലാവരും ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ
നാരങ്ങ നീരും തേനും ചേർത്തിട്ട് ഉലുവ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശരീരത്തിന് ഉന്മേഷം ലഭിക്കുകയും പനിയൊക്കെ മാറി കിട്ടുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഈ കരിപ്പട്ടി പാനിയിൽ കിടന്ന് തന്നെ ഇത് ഒന്ന് വറ്റി വരണം. അതുവരെയും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇപ്പൊ ഞാനൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉലുവ എടുത്തിട്ട് ഇതിന്റെ അളവെല്ലാം കൂട്ടി നമുക്ക് ചെയ്തിട്ട് കുറേ നാള് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റും, കേടൊന്നും വരില്ല. ഇതുപോലെ ചെറുതായിട്ട് കരിപ്പട്ടി പാനിയിൽ കിടന്ന് വറ്റി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് മുഴുവനും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മള് ഏലക്ക, ചുക്ക്, ചെറിയ ജീരകം എല്ലാം പൊടിച്ചു വെച്ചില്ലേ, അതെല്ലാം കൂടിയിട്ട് മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പൊ ഏലക്കപ്പൊടിയും ചെറിയ ജീരകവും ചുക്കൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതാവുന്ന വറ്റിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് സമയം എടുത്ത് വേണം ഇതുപോലെ വറ്റിച്ച് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കണ്ടില്ല, നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലോണം ഒന്ന് കുറുകി കട്ടിയാവും. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിന്റെ ചൂട് നല്ലോണം ഒന്ന് മാറണം. ഇനി ഇതിന്റെ ചൂടെല്ലാം ഒന്ന് മാറട്ടെ. ഇപ്പൊ ഞാൻ ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ലേഹ്യം നിറയ്ക്കാം. ഇത് രാവിലെയും രാത്രിയും ആഹാരത്തിന് ശേഷം ഓരോ സ്പൂൺ വീതം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഉലുവ വെച്ചിട്ടുള്ള ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കർക്കിടക മാസമാണ്. അതുപോലെ ഉലുവ ലേഹ്യം ദിവസവും ആഹാരത്തിന് ശേഷം ഓരോ സ്പൂൺ വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറുന്നതിന് സഹായിക്കും. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഉലുവ വെച്ചിട്ടുള്ള ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആഹാരത്തിന് ശേഷം രാവിലെയും രാത്രിയും ഓരോ ടീസ്പൂൺ വീതം കഴിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉലുവ വെച്ചിട്ടുള്ള ഈ ലേഹ്യം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്